ശ്രീ വി പി ശ്രീപത്മനാഭൻ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു കീഴടങ്ങലാണ്. അത് അനിവാര്യമാക്കിയ ഘടകം എന്താണ്? അത് സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കണ്ടിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഒരു തലമുറയെ ആകെ തന്നെ എതിർപക്ഷത്ത് നിർത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് പുതിയ ജനറേഷനും സർക്കാരും തമ്മിലുണ്ട്. പ്രത്യേകിച്ച് 15-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾക്കിടയിലുണ്ട്. അത് അഡ്രസ് ചെയ്യണമെന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടാകും സ്വാഭാവികമായും. ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പ്രധാനമന്ത്രിക്കെതിരെയും ബി.ജെ.പിക്കെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്നത് അലോസരപ്പെടുത്തുന്നുണ്ടാവും തീർച്ചയായും. അപ്പോൾ ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് പരിഹരിക്കാനാണ് എങ്കിൽ പറഞ്ഞ വാക്കെല്ലാം പാലിക്കുകയല്ലേ വേണ്ടത്? സാങ്കേതികത്വം പറഞ്ഞ് ആ കേസാണ് ഈ കേസാണെന്ന് പറഞ്ഞ് വീണ്ടും ആ സമൂഹത്തെ ശത്രുപക്ഷത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ലല്ലോ. അല്ല അഭിലാഷ, ഞാൻ അതിന് ഉത്തരം പറയാം. അതിന് മുന്നേ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇവിടെ CIA സമരത്തിൻ്റെ പറ്റിയിട്ട് സമ്പത്ത് സാറ് പറഞ്ഞു. എൻ്റെ പൊന്നു സമ്പത്ത് സാറെ, കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മുനിസിപ്പൽ കൗൺസിലറെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്താ ചെയ്തറിയോ? അയാളും കുറച്ച് ആൾക്കാർ CIA സമരത്തിൻ്റെ ഭാഗമായി അൻകിത് ശർമ്മ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ കുത്തിക്കൊന്ന് ശവം തോട്ടിലേക്ക് എറിഞ്ഞു. ഇതാണോ CIA സമരം ഡൽഹിയിൽ നടന്നത്? ഇതാണ്. ആരെ ശിക്ഷിച്ചറിയോ? ആം ആദ്മി പാർട്ടീൻ്റെ കൗൺസിലർ താഹിർ ഹുസൈന്. പിന്നെ താങ്കളിപ്പോൾ വലിയ പോലീസിനെ നിയന്ത്രിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു. ആ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ കരിങ്കൊടി കാണിച്ചതിന് അവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതാണ് കഷ്ടം. അവരെ കയ്യിൽ ആകെയുള്ളത് കറുത്ത തുണിയാണ്. അവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം പിണറായി വിജയൻ്റെ ഗൺമാൻമാർ, പിണറായി വിജയൻ്റെ ഇടവും വലവും നിന്ന് അയാളെ സംരക്ഷിക്കേണ്ട ഗൺമാൻമാർ പോയി പേപ്പട്ടിയെ തല്ലും പോലെ തല്ലിയിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നടന്നവരല്ലേ നിങ്ങൾ ഇപ്പോഴും അഭിപ്രായം മാറ്റിയിട്ടുണ്ടോ? ഇനി അതും പോട്ടെ, അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ നിങ്ങളെ കണ്ണിലുണ്ണിയായ ADGP അത് മുക്കിയിട്ട് ഇപ്പം സസ്പെൻഷൻ വാങ്ങിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾ അതിനെ ന്യായീകരിച്ച് നടക്കുകയല്ലേ? നിങ്ങൾ വേണം ഇതൊക്കെ പറയാൻ. പിന്നെ കോൺഗ്രസ്സുകാരാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശബരിമല വിഷയമല്ലേ? ശബരിമല വിഷയത്തിൽ സമരം ചെയ്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുക. നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എത്ര ദിവസമായി? ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ പിൻവലിച്ചോ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018-19 കാലത്ത് എത്ര കൊല്ലായി അറിയാം? സെഷൻസ് കോടതി ഞാൻ വന്നാൽ കാണിച്ചു തരാം. കോഴിക്കോട് മാറാട് സ്പെഷ്യൽ കോടതിയിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. 5-6 കേസിൽ ഇന്നും ആളുകൾ കഴിഞ്ഞ 6-7 വർഷമായി നടക്കുക. നിങ്ങളെ അധികാരത്തിലേറ്റാൻ സഹായിച്ച വിഷയമാണ്. ഒരു കേസ് പോലും നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഇനി അതും പോട്ടെ, കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്ക് BJP ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ പങ്കെടുത്ത BJPയുടെ വനിതാ പ്രവർത്തകരുടെ മുഖത്ത് പോലീസ് അടിച്ചില്ലേ? നിങ്ങൾ വല്ല നടപടി എടുത്തോ? നോക്കൂ, ഇതൊക്കെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോലീസിൻ്റെ സ്വഭാവം ഒന്നാണ്. പോലീസ് സംവിധാനത്തിൻ്റെ സ്വഭാവം ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ BJPയെ കുറ്റം പറഞ്ഞിട്ടുള്ള ഇത് പരിഹരിക്കാൻ പറ്റൂല. അത് നടക്കാത്ത കാര്യം. BJPയുടെ പോലീസൊന്നല്ല. ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരൊന്നല്ല ഡൽഹിയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 12 കൊല്ലമായിട്ടില്ല. അതിൻ്റെ മുന്നേ റിക്രൂട്ട് ചെയ്ത ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. ഷീലാ ദീക്ഷിത് ഭരിക്കുമ്പോഴും മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴൊക്കെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും ഒരു പാർട്ടിക്ക് ഒരു പോലീസില്ല. പോലീസിനൊരു പൊതു സ്വഭാവമുണ്ട്, നിയമത്തിനൊരു സ്വഭാവമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ കേസുകൾ പിൻവലിക്കാൻ പാടില്ല എന്ന്. പിൻവലിക്കണമെങ്കിൽ അടികിട്ടിയ ആളെ പെർമിഷൻ വേണം. ആരുടെ വാഹനമാണോ തകർത്തത് അയാളുടെ പെർമിഷൻ വേണം. ഒരാളുടെ വാഹനം, ഒരു ഡിപ്പാർട്ട്മെന്റ് വക വാഹനം തകർത്തിട്ടുണ്ടെങ്കിൽ ആ തകർത്ത ഡിപ്പാർട്ട്മെന്റിന് സമ്മതം കൊടുക്കാൻ പറ്റുമോ? ഒരു സ്വകാര്യ വ്യക്തിക്ക് സമ്മതം കൊടുക്കാം, ഡിപ്പാർട്ട്മെന്റിന് സമ്മതം കൊടുക്കാൻ പറ്റുമോ? ഒരു പോലീസുകാരനെ തലതല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് എനിക്ക് കേസ് വിഡ്രോ ചെയ്യുന്നതിന് വിരോധമല്ല എന്ന് പറയണം. അത് അയാൾക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം. കാരണം അത് വ്യക്തിപരമായ പേഴ്സണൽ ഇഞ്ചുറിയാണ്. ഇതൊക്കെയാണ് വിഷയം. പിന്നെ അഭിലാഷ് പറയുന്നു ഞങ്ങൾ കീഴടങ്ങി. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഈ മറ്റേ എന്താ പറയുക, നമ്മുടെ അണ്ണാ ഹസാരെ സമരം ചെയ്യാൻ പോയപ്പോൾ ഈ UPA സർക്കാരിന് ആരെങ്കിലും സംസാരിക്കാൻ പോയോ? ഒരാൾ സംസാരിക്കാൻ പോയോ? ഞങ്ങൾ കർഷക സമരത്തിന് സംസാരിക്കാൻ പോയി. അവസാനം കർഷകർ പിടിവാശിയായപ്പോൾ നരേന്ദ്രമോദി കർഷക നിയമം പിൻവലിച്ച് അവരോട് ക്ഷമ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ സംസാരിക്കാൻ പോയി. ഞങ്ങളുടെ മന്ത്രിയുടെ കൈയോട് സൂപ്പ് വാങ്ങി കുടിച്ചിട്ടാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ അവരോട് അങ്ങോട്ട് സംസാരിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ വരില്ല, ന്യൂട്രൽ വെന്യൂവിന് വേണം. ഓ ആയിക്കോട്ടെ, അവിടെയും പോയില്ലേ? ഒരു മന്ത്രി
അല്ലെ അന്ന് പ്രണബ് കുമാർ മുഖർജിയെ പോലുള്ള വളരെ പക്വമതിമാരായ മന്ത്രിമാരാ മന്ത്രിസഭയിലുണ്ട്. ഒരാൾ അന്നാ ഹസാരയോട് സംസാരിക്കാൻ പോയോ? നിങ്ങൾ ആരെങ്കിലും പോയോ? ആശാ വർക്കർമാരോട് സംസാരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൽ ആരെങ്കിലും പോയോ? ഒരാൾ പോയോ? ആശാ വർക്കർമാർ നിങ്ങളെ അവരെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്ത് നടന്നാലല്ലേ? അപ്പൊ ഇതൊന്നും BJP പഠിപ്പിക്കണ്ട. ഞങ്ങൾ എപ്പോഴൊക്കെ ആരൊക്കെ സമരത്തിന് വന്നോ അവരായി സംസാരിക്കാനും സെറ്റിൽ ചെയ്യാനും പോയവരാ, സെറ്റിൽ ചെയ്തവരാ. ഞങ്ങൾ അവരെ മുന്നിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സെറ്റിൽ ചെയ്തവരാ. പക്ഷേ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല. അത് ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയാണ്. അത് ആർക്കും പിൻവലിക്കാൻ പറ്റില്ല. കാരണം അത് ഇന്നിപ്പോ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. വിജയ് TVKയുടെ വിജയ് കരൂരിൽ അയാൾ പോയപ്പോൾ ഉണ്ടായ സ്റ്റാമ്പേഡിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുത്തു, സർക്കാർ ജോലി. മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് പോയി മരിച്ചവർക്ക് എങ്ങനെയാ ഗവൺമെന്റ് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു, റദ്ദാക്കി. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അങ്ങനെയൊന്നും പിൻവലിക്കാൻ പറ്റില്ല. ആർക്കാണോ പരിക്ക് പറ്റിയ, ആർക്കാണോ നഷ്ടം സംഭവിച്ച അവരെ പെർമിഷൻ വേണം. നടക്കുന്ന കാര്യം ഇതൊക്കെ. സമരം ചെയ്ത കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴി തടസ്സപ്പെടുത്തുക, സമ്മതമില്ലാണ്ട് പ്രകടനം നടത്തുക, നിരോധനാജ്ഞ ലംഘിക്കുക, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സാധ്യമല്ല, നിയമ സംവിധാനം അനുവദിക്കുന്നില്ല. ശരി.